പത്രവിശേഷങ്ങളുമായി വി എസ് അനുജുണ്ട്. എനിക്കിപ്പം വി എസ് അനുജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. വലിയൊരു ദുരന്തമുണ്ടായി, ഒരു മഹാദുരന്തമുണ്ടായി 1 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമോ അല്ലെങ്കിൽ വലിയ ആഹ്ലാദത്തിലോ ഒന്നും തന്നെയല്ല നമ്മളാരും. ആ ഒരു മഹാദുരന്തം ഏൽപ്പിച്ച മുറിവ് ഉണങ്ങാറായിട്ടില്ല, അത് ഒരു കാലത്ത് ഉണങ്ങുകയുമില്ല. പക്ഷേ മറ്റ് വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. എന്താണ് പത്രവിശേഷങ്ങൾ? അതെ, തീർച്ചയായിട്ടും അത് ശരിയാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു നമുക്കത് പറയേണ്ടതുള്ളത്, ഈ വയനാട്ടിലെ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ ആഘാതം, അതിൻ്റെ വിഷമം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഒപ്പം ആ സംഭവം നടന്ന ആ സമയത്ത് രക്ഷാപ്രവർത്തകർക്കൊപ്പം അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്കൊപ്പം ഏറ്റവും അധികം ഈ വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ ആ വലിയ ദുരന്തത്തിൻ്റെ ആഘാതം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ആ അർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തകർക്കും ഈ അവിടുത്തെ എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കൊപ്പവും ഈ കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ നിന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ദുരന്തത്തിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്തെ അത് എത്ര കണ്ട് പുരോഗമിച്ചു, അതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ജനം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ആ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് പത്രങ്ങളും ചാനലുകളും അടക്കമുള്ള മാധ്യമങ്ങൾക്ക് വലിയ പ്രസക്തി ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്ന് കൂടെ തോന്നുന്നു. കാരണം ഇന്ന് എല്ലാ പത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട, നമ്മൾ പത്രങ്ങളുടെ മാത്രമല്ല ചാനലുകളെല്ലാം നമ്മൾ ഇത്രയും നേരം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പത്രങ്ങളെല്ലാം ആ വാർത്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. വീണ്ടെടുക്കാനാവാതെ വീണ്ടെടുക്കാനാവട്ടെ എന്ന് മാതൃഭൂമി പറയുന്നു. ഓരോ പത്രങ്ങളും ഇത് സംബന്ധിച്ച വാർത്തകളാണ്. ഈ വീടെന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടി ഒരുപാട് മനുഷ്യർ കാത്തിരിക്കുന്നു. അത് 1-ാം പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഒപ്പം അന്ന് പ്രധാനമന്ത്രി പറഞ്ഞ വാചകം ഇവർ മാതൃഭൂമി 1-ാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 10 പറഞ്ഞത് പണം ഒരു പ്രശ്നമല്ല. പക്ഷേ പിന്നീട് ആ പണം വന്നോ വന്നില്ലേ, അല്ലെങ്കിൽ എത്ര വന്നു? 2220 കോടി രൂപ ചോദിച്ചതിൽ നിന്ന് വളരെ ചെറിയ തുകയിലേക്ക് 591 കോടിയിലേക്ക് ചുരുങ്ങുകയും അതിൻ്റെ 4 ഗഡുവായി മാത്രം ആ പണം ലഭിക്കുന്നു. അതിനുള്ള നിയമ തടസ്സങ്ങൾ, ഒപ്പം തന്നെ കേരളത്തിൻ്റെ സർക്കാരിനെ സംബന്ധിച്ച് പുനരധിവാസത്തിനുണ്ടായിട്ടുള്ള നിയമ തടസ്സങ്ങൾ, ഈ പറഞ്ഞ പോലെ നേരത്തെ ചെയ്തു പറഞ്ഞ പോലുള്ള കാലാവസ്ഥാ പ്രശ്നം, എങ്കിലും അതിൻ്റെ പോരായ്മകളെല്ലാം തന്നെ ഉൾപേജുകളിലടക്കം മാതൃഭൂമി, മനോരമയും അടക്കമുള്ള എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. മുറിവുകൾ ഉണങ്ങാതെ എന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഏതൊക്കെ തരത്തിലേക്ക് ഈ നിലവിൽ ഇത് പുരോഗമിക്കുന്നു. ഒപ്പം മന്ത്രി കെ രാജൻ പുനരധിവാസത്തെക്കുറിച്ച് റവന്യൂ മന്ത്രിയുടെ കുറിപ്പ് ഉൾപ്പെടെ മാതൃഭൂമി നൽകിയിരിക്കുന്നു. എത്ര കുടുംബങ്ങൾ, 402 കുടുംബങ്ങൾ പുനരധിവാസ പട്ടികയിലുണ്ട്. അത് ഓരോ സമയത്തും എന്തൊക്കെ തരത്തിലുള്ള പുരോഗതികൾ അല്ലെങ്കിൽ ഇതിൻ്റെ അസസ്മെൻറ്റ് ഇവാലുവേഷൻ എന്തൊക്കെ നടന്നു, അതിന് ഏതൊക്കെ തരത്തിൽ ഉദ്യോഗസ്ഥർ ഇടപെട്ടു, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ തന്നെ ഉള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിലേക്ക് കയറുക എന്നുള്ളതാണ്. അതുതന്നെയാണ് മാധ്യമങ്ങളെല്ലാം നൽകിയിരിക്കുന്നതും. സർക്കാർ ചെലവഴിച്ചത് 108 കോടി മാത്രം എന്ന് മലയാള മനോരമയുടെ 1-ാം പേജിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ 772 കോടിയെക്കുറിച്ചുള്ള കണക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ഉൾപേജുകളിലെല്ലാം മലയാള മനോരമയടക്കം ഇത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഈ നമുക്കറിയാവുന്നതുപോലെ നമ്മളെല്ലാം ഈ നാട് മൊത്തത്തിൽ വയനാട് പുനരധിവാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് പ്രതിഫലിക്കുന്ന തരത്തിലേക്കുള്ള വാർത്ത തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഉരുൾക്കടന്ന് ഉയർപ്പ് എന്ന് മലയാള മനോരമ ഉൾപേജിൽ, ഉയരുകയാണ് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും മാതൃഭൂമിയുടെ 1-ാം പേജിൽ പറയുന്ന ഒരു കാര്യം, അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. 1 വർഷമായിട്ടും ഒറ്റ വീട് പോലും ആയില്ല എന്നൊരു പ്രയോഗം അതിനകത്തുണ്ട്. പക്ഷേ അതിന് ദേശാഭിമാനിയിലടക്കം അല്ലെങ്കിൽ മറ്റ് പത്രങ്ങളിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ നടത്തിയ അല്ലെങ്കിൽ നമ്മൾ നൽകിയ ലൈവിലടക്കം പറയുന്നുണ്ട്, ആ വീട് ഒരുങ്ങുന്നു, അതിൽ മാതൃകാ വീട് പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ പടം ദേശാഭിമാനിയുടെ 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. കാലാവസ്ഥ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഒപ്പം കോടതിയിൽ അല്ലെങ്കിൽ സ്ഥലമേറ്റെടുപ്പിൽ, ഒപ്പം തന്നെയുള്ള മറ്റ് സാങ്കേതികമായ നൂലാമാലകൾ, എങ്കിലും അതൊരു എക്സ്ക്യൂസസ് അല്ല, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ 1-ാം പേജുകളിലെയും അടക്കം അല്ലെങ്കിൽ ഉൾപേജിലെ സ്പ്ലിറ്റ് പേജുകളിലെല്ലാം തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടെ പറയേണ്ടതുണ്ട്. അത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ 5-ാം ദിവസവും ജയിലിൽ തുടരുന്നു എന്ന് ഉള്ള ആ വാർത്ത, അതിന് വലിയ പ്രാധാന്യം എല്ലാവരും നൽകിയിരിക്കുന്നു. മലയാള മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നു. 5 ദിവസമായിട്ട് കന്യാസ്ത്രീകൾ തടവിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടുവെന്ന് ദേശാഭിമാനി എഴുതിയിരിക്കുന്നു. ദീപികയുടെ 1-ാം പേജിൽ
നീതി തേടി ഇന്ന് മേൽക്കോടതിയിൽ എന്ന് ഉള്ള ആ വാർത്ത നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ വാർത്തയിൽ തന്നെ വലിയ വിചിത്രമായ ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. അത് ഈ മുഖം രക്ഷിക്കാൻ BJP എന്ന് പറഞ്ഞ് മാതൃഭൂമി ഉൾപേജിൽ കൊടുത്തിരിക്കുന്നു. അതായത് പോലീസ് BJPയുടെ പ്രതിനിധി സംഘത്തെ അല്ലെങ്കിൽ അവർ അവിടേക്ക് കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടാവുകയും MP-മാരടങ്ങുന്ന കോൺഗ്രസിൻ്റെ സംഘം ഒപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ സംഘത്തെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിലെന്താണ് അതിന് നിയമപരമായിട്ടുള്ള അതൊരു വലിയ വൈരുദ്ധ്യമായി നിലനിൽക്കുന്നു. ഈ രീതിയിൽ വളരെ വിചിത്രമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ നടന്നു പോകുന്നു. ഒപ്പം നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചോ ഇല്ലയോ എന്ന് സംബന്ധിച്ചൊരു പ്രശ്നം നിലനിൽക്കുന്ന രീതിയിൽ ചില വാർത്തകൾ വന്നിരുന്നതിൽ ഏതായാലും സിറാജ് കാന്തപുരത്തിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട് അതിനകത്ത് വ്യക്തമായി നൽകിയിരിക്കുന്നു. ഹിന്ദു പത്രത്തിലേക്ക് വന്നാൽ ഞാൻ നമ്മുടെ സമയക്കുറവുകൊണ്ട് അത് പെട്ടെന്ന് പോവുകയാണ്. ഹിന്ദു പത്രത്തിൽ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വാർത്തയായതുകൊണ്ടാണ് ഇതോടുകൂടെ വൈൻഡപ്പ് ചെയ്യാൻ. കാരണം അത് പാർലമെൻറ്റിലെ നരേന്ദ്രമോദിയുടെ പ്രസംഗവും ഒപ്പം അമിത്ഷാ നടത്തിയിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവന അത് ഹിന്ദു വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഒപ്പം ഉൾപേജുകളിലടക്കം പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം, രാഹുലിൻ്റെ മറുപടി അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ കൃത്യമായി പറയുന്നു സുരക്ഷാ വീഴ്ചയ്ക്ക് ആരാണ് മറുപടി പറയേണ്ടത്, ഇതിൻ്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്ന് പറയുന്നു. കനിമൊഴി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഇതിനു മുൻപുള്ള പല ഭീകരാക്രമണങ്ങളിലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സർക്കാർ മാപ്പ് പറയുന്ന സാഹചര്യവും രാജിവെക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ഏതായാലും ഈ വലിയ രീതിയിൽ പാർലമെൻറ്റിൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ദിവസം ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ പോക്ക്. ഒപ്പം കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നിലനിൽക്കുന്നു. ഏതായാലും നമുക്ക് സമയക്കുറവുണ്ട് എങ്കിലും ഇനിയും വയനാട്ടിലെ ദുരന്തബാധിതർക്കൊപ്പം എല്ലാ മാധ്യമങ്ങളും നിൽക്കുന്നത് പോലെ നമ്മൾ ന്യൂസ് മലയാളവും ഒപ്പം ഉണ്ടാവും. ഏതായാലും അവർക്കൊപ്പം തന്നെ നിൽക്കാനുള്ള ആ പ്രതിബദ്ധതയും നമ്മൾക്ക് ഉണ്ട്. അത് നമ്മൾ സംബന്ധിച്ച വാർത്തകളിലേക്ക് തന്നെയാണ് കൂടുതൽ സമയം നമ്മൾ പോകേണ്ടതെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കുന്നു. സേതു. ഓക്കെ സനോജ്, ശരി.